ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഉണ്ട് അല്ലേ? പ്ലേ സ്റ്റോർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പ്ലേ സ്റ്റോർ വഴിയാണ്. പക്ഷേ ഈ പ്ലേ സ്റ്റോറിൽ നമുക്ക് നമ്മുടെ ബാറ്ററി ലാഭിക്കുന്നതിന്, അതുപോലെ തന്നെ നെറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് ലാഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ലാഭിക്കുക, ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ഇതൊന്നും പലർക്കും അറിയാത്ത കാര്യമാണ്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് ഈ പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലാഭിക്കാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ്, എവിടെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം സ്ക്രീനിൽ നമുക്ക് പ്ലേ സ്റ്റോർ കാണുന്നില്ലേ? പ്ലേ സ്റ്റോറിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ബാറ്ററി ലാഭിക്കുന്നതിന്, നെറ്റ് ലാഭിക്കുന്നതിന്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ലാഭിക്കുന്നതിന് പറ്റിയൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ അറിയാം പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം കുറേ ആപ്പുകൾ, നമ്മൾ ഈ ആപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ പ്ലേ സ്റ്റോർ വഴിയാണ് അല്ലേ? ആപ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ആപ്പുകൾ നമ്മൾ സെർച്ച് ബാറിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ പ്രൊഫൈലിൽ ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട് മുകളിൽ. ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്തു വെക്കുക. അത്രയും യൂസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അത്രയും 100% ഷുവർ ആണ്. ഇവിടെ മാനേജ് ആപ്സിൽ മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റാൾഡ് കാണാം. ഇൻസ്റ്റാൾഡ് അതായത് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്സിന്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. കൃത്യമായിട്ട് കണ്ടില്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ആപ്പുകളുടെ ലിസ്റ്റാണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത്രയും ആപ്പുകൾ ഞാൻ എൻ്റെ ഫോണിലുണ്ട്, നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക. ഇതേമാതിരി നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക? ഇതിൽ അനാവശ്യമായിട്ടുള്ളതുണ്ടോ ആവശ്യമുള്ളതുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനുള്ളൊരു ഓപ്ഷൻ, ഈ അനാവശ്യമായിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാറ്ററി കുറയ്ക്കാനും അതുപോലെ തന്നെ നെറ്റ് നമുക്ക് ഇല്ലാതാക്കാനും അങ്ങനെ അതുപോലെ തന്നെ സ്റ്റോറേജ് കുറയ്ക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം ഇവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പ്ലേ സ്റ്റോർ നമുക്ക് ഉപയോഗിക്കാത്ത, അതായത് നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഏതാണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ ഐക്കൺ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലേ പ്രൊട്ടക്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പം ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. പ്ലേ പ്രൊട്ടക്ട്. അവിടെ നമുക്ക് മുകളിൽ ഒരു ഗിയർ ഐക്കൺ കാണിക്കുന്നുണ്ട്. അതായത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. ആ സെറ്റിംഗ്സ് പറഞ്ഞ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഫോണിൽ ചെയ്യുക. ഒരാൾ പോലും സ്കിപ്പ് ചെയ്യരുത്, എങ്കിലേ മനസ്സിലാവുള്ളൂ കൃത്യമായിട്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ആപ്പ് പ്രൈവസി, പെർമിഷൻസ് ഫോർ അൺയൂസ്ഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം വരുന്നത്. അൺയൂസ്ഡ് ആപ്സ്, നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ നമ്മൾ ലിസ്റ്റിൽ തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആര് തന്നെ തരുന്നുണ്ട്? പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റ് ഓപ്പൺഡ് മോർ ദാൻ 3 months എഗോ, അതായത് 3 മാസം മുന്നെയാണ് നമ്മൾ ഈ ആപ്സുകളൊക്കെ നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ട് തന്നെ 3 മാസം കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ നമുക്ക് തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അടുത്താണ് അതിലും രസം, ലാസ്റ്റ് ഓപ്പൺഡ് മോർ ദാൻ 6 months എഗോ, 6 മാസമായി നമ്മൾ ഇത് നോക്കിയിട്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയും ആപ്പുകൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇതിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ അറിയാതെ പോലും നമ്മൾ ഈ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പം ഈ ആപ്പുകൾ നമ്മുടെ നെറ്റ് വളരെയധികം കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡാറ്റ, മൊബൈൽ ഡാറ്റ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകൾ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ആപ്പ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കൂ. ഇവിടെ കൃത്യമായിട്ട് തന്നെ കമ്പനി തന്നെ നമ്മളോട്, മൊബൈലിന്റെ കമ്പനി തന്നെ നമ്മളോട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആപ്സ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, പെർമിഷൻസ് ആർ റിമൂവ് ടു പ്രൊട്ടക്ട് യുവർ ഡാറ്റ, നമ്മുടെ ഡാറ്റയൊന്നും അവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. നോട്ടിഫിക്കേഷൻസ് ആർ സ്റ്റോപ്ഡ് ടു സേവ് ബാറ്ററി, ബാറ്ററി സേവ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ 3 മാസമായിട്ടും 6 മാസമായിട്ടും ഒന്നും ഉപയോഗിക്കാത്ത, നമുക്ക് വേണ്ടാത്തതാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് തൊട്ടടുത്തുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ ബാറ്ററി താനെ കുറഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ നെറ്റ് കുറഞ്ഞു പോകുന്നത്, അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് സ്റ്റോറേജും വളരെയധികം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. കാരണം ഓരോരോ ആപ്പുകളും നമുക്കറിയാം ഓരോ 40 MB 50 MB എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വലിയ വലിയ സൈസിലാണ് നമ്മൾക്ക് ഓരോരോ ആപ്പുകൾ ഉണ്ടാവുന്നത്. അതുവഴി അതിൻ്റെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നെറ്റ് വളരെയധികം പോകുന്നുണ്ട്. ഓട്ടോ അപ്ഡേറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ബാറ്ററി പെട്ടെന്ന് കുറയുന്നുണ്ട്.
അതുവഴി സ്റ്റോറേജും കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതേപോലെ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത 6 മാസമായിട്ടും 3 മാസമായിട്ടും ഉപയോഗിക്കാത്ത ഈ ആപ്പുകളെല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ബാറ്ററിയും അതുപോലെ തന്നെ നെറ്റും സ്റ്റോറേജും ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ 3 മാസമായിട്ടും 6 മാസമായിട്ടും ഉപയോഗിക്കാത്ത ആപ്പുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അവയ്ക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ലാഭിക്കാനും അതുപോലെ തന്നെ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ ഒഴിവാക്കുന്ന വഴി നമുക്ക് സ്റ്റോറേജ് ലാഭിക്കാനും അതുവഴി നമുക്ക് നെറ്റ് ലാഭിക്കാനും പറ്റും. ഇപ്പം ഈ 3 കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിയിട്ട് ഒന്ന് നോക്കി നോക്കുക ഏതെല്ലാം ആപ്പുകളാണ് നിങ്ങൾ 3 മാസമായിട്ട് അല്ലെങ്കിൽ 6 മാസമായിട്ട് ഉപയോഗിക്കാൻ ഡെഡായി കിടക്കുന്നത്. അതൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കി തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ 3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല ആർക്കും അറിയാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.